നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പാസ്പോർട്ട്, ഒരുവിധം പാസ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഈ പാസ്പോർട്ട് ഒരിക്കലും നമ്മളൊരു ഇന്ത്യക്കാരനാണ്, നമ്മുടെ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയല്ല എന്ന് പറയുന്ന ഒരു ഉത്തരവ്, ഒരു നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചത്. അതൊരു വന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ ആളുകൾക്ക് നിലനിൽക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മാത്രമല്ല പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ട് നമ്മൾ പല രാജ്യങ്ങളിലും നമ്മൾ സഞ്ചരിക്കുന്നു, ഒരു ഇന്ത്യക്കാരനാണ് എന്ന നിലയിൽ സഞ്ചരിക്കുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അതായത് ഒരു പൗരത്വം തെളിയിക്കാൻ ഇത് പോരാ എന്ന് നമ്മുടെ ഇന്ത്യൻ സർക്കാർ തന്നെ പറയുന്നത് എങ്ങനെ ശരിയാകും? മാത്രമല്ല പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പ്രൂഫ് ചോദിക്കുമ്പോൾ ആധാറോ ഐഡിയോ അല്ലെങ്കിൽ പാസ്പോർട്ടോ എങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞാൽ ചില പ്രൂഫ് ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇനി ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല, ആ ഒരു ചോദ്യം. ഒപ്പം തന്നെ ഇനി നമ്മുടെ ഒരു ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ എന്താണ് വേണ്ടത്? വോട്ടർ ഐ ഡി മാത്രം മതിയോ, അല്ലെങ്കിൽ ആധാർ മാത്രം മതിയോ, ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതിയോ? അപ്പോൾ എന്താണ് ഇനി അങ്ങോട്ട് ഇത് നടപ്പിലായി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ ഓരോ ഇന്ത്യക്കാരൻ്റെയും കയ്യിൽ ഉണ്ടാകേണ്ട ഒരു രേഖ എന്ന് പറയുന്നത്? അല്ല, സത്യത്തിൽ അത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവല്ല. വിദേശകാര്യ മന്ത്രാലയം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതാണ്. ആ പ്രസ്താവന നടത്തിയത് അവരുടെ അഭിപ്രായമല്ല. 1967 ഇന്ത്യൻ പാസ്പോർട്ട് നിയമം അനുസരിച്ചിട്ടാണ് അവർ പറയുന്നത്. അതായത് ഇത് ആ നിയമത്തിൻ്റെ കുഴപ്പമാണ്. പൗരത്വം തെളിയിക്കുന്ന രേഖ അല്ലാതാകുന്നത്, ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ആ രാജ്യത്തിൻ്റെ പൗരത്വ രേഖ ആവണം. പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ട് അങ്ങനെ അല്ല എന്ന് പാസ്പോർട്ട് നിയമം അനുസരിച്ചിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുള്ളത്. അത് പുതിയ കാര്യമൊന്നുമല്ല, നിയമവിദഗ്ധർക്കെല്ലാം അത് നേരത്തെ അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അങ്ങനെ പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. വിദേശകാര്യ മന്ത്രാലയം സത്യത്തിൽ ഒരു കണ്ണാടി നമുക്ക് നേരെ പിടിച്ചിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ന്. നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം അത്ര ലളിതമായിട്ടുള്ള പ്രശ്നമല്ല. അതായത് പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണ് പൗരത്വ രേഖ എന്നത് വലിയ ചോദ്യമാവുകയാണ്. ആധാർ പൗരത്വ രേഖ അല്ല എന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ആധാർ ഇന്ന വ്യക്തി ആണ് നിങ്ങൾ എന്ന് തെളിയിക്കുന്ന ബയോമെട്രിക് വിവരങ്ങളടങ്ങിയ ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമാണ്. അതിൽ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന ഒന്നുമില്ല. അതുപോലെ തന്നെ വോട്ടർ ഐ ഡി നമുക്കൊരു പരിധിവരെ നമുക്ക് വാദിക്കാം. കാരണം ഈ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ. അപ്പോൾ വോട്ടർ പട്ടികയിൽ വരുന്നത് ഇന്ത്യൻ പൗരന്മാരായിരിക്കും. വോട്ടർ ഐ ഡി കിട്ടുന്നയാളും ഇന്ത്യൻ പൗരനായിരിക്കും. പക്ഷേ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഇന്ത്യൻ പൗരനല്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് വോട്ടർ ഐ ഡിയും പൗരത്വ രേഖയല്ല. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ, അതൊന്നും ഒട്ടുമേ അല്ല. അപ്പോൾ പിന്നെ പൗരത്വ രേഖ എന്താണ്? അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇന്ത്യൻ പൗരന്മാർക്ക് സ്വന്തം പൗരത്വം തെളിയിക്കുന്ന രേഖകളില്ല എന്ന വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ NRC നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ സമയത്തെല്ലാം ഇവിടെ വലിയ പ്രക്ഷോഭമാണ് നടന്നത്. രാജ്യത്തെ മുസ്ലിങ്ങളെ രാജ്യത്തിൻ്റെ പൗരന്മാരല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞു വരുത്തിയത്. പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ തന്നെ ഇത് ന്യൂനപക്ഷത്തിനെതിരാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ദേശവ്യാപകമായ പ്രക്ഷോഭമാണ് ഉണ്ടായത്. ആ പ്രക്ഷോഭം രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ സാഹചര്യത്തിൽ NRC എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും രാജ്യത്തിനകത്ത് അനധികൃതമായി താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ബംഗാളിലൊക്കെ എത്ര വേഗതയിലാണ് അവിടുത്തെ സർക്കാർ ഈ അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നീക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ്. അതായത് അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ 600 കിലോമീറ്റർ നീളം വരുന്ന ഭൂമി അത് സൈന്യത്തിന് കൈമാറുന്നു. അവിടെ കമ്പിവേലി കെട്ടി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സംരക്ഷിക്കാനായി. അതിനുശേഷം ഈ ബംഗ്ലാദേശികളെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ BSFന് കൈമാറാനുള്ള ഉത്തരവുണ്ടാകുന്നു.
അനധികൃത കുടിയേറ്റക്കാരും രാജ്യത്ത് പൗരന്മാരോടൊപ്പം അവരെയൊപ്പം ഒളിച്ചു താമസിക്കേണ്ട എന്നൊരു നിലപാടാണ് രാജ്യത്തെ സർക്കാരുകൾക്കുള്ളത്. രാജ്യത്തെ സർക്കാർ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ മാത്രമല്ലല്ലോ, സംസ്ഥാന സർക്കാരുകളുമുണ്ട്. വിവിധ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുമെല്ലാം ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചത്. ആ സമിതിയുടെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് അസ്വാഭാവികമായി ഏതെങ്കിലും മേഖലകളിൽ ജനസംഖ്യാ ഘടനയിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ അതിനെക്കുറിച്ച് പഠിക്കുക. ജനസംഖ്യാ ഘടനയിൽ വരുന്ന മാറ്റം ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, ഇത് തടയാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി 1 വർഷം കൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. അപ്പോൾ അങ്ങനെ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും അനധികൃത കുടിയേറ്റം കാരണം ജനസംഖ്യാ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു, മതപരിവർത്തനം കാരണം ജനസംഖ്യാ ഘടനയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടെത്തി ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ സമഗ്രമായ എന്തൊക്കെയോ വലിയ പരിഷ്കാരങ്ങൾ ബില്ലുകളായി വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായി രാജ്യത്ത് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ കാണുന്നുണ്ട്. ഈ രാഷ്ട്രീയ നീക്കങ്ങൾ വെറുതെ അല്ല. ഈ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ ഭരണപക്ഷമായ NDA പക്ഷത്തേക്ക് കൂടുതൽ ജനപ്രതിനിധികൾ ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യം ആം ആദ്മി പാർട്ടിയിൽ പ്രശ്നമുണ്ടാകുന്നു. രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ 10-ൽ 7 MP-മാരും BJP-യിലേക്കാണ് ചേർന്നത്. രാജ്യസഭാ MP-മാർ 10-ൽ 7 രാജ്യസഭാ MP-മാരും BJP-യിലേക്ക് ചേരുന്നു. രണ്ടാമത് ബംഗാളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അവിടെ ഉണ്ടായ ഒരു നിരാശ മുതലെടുത്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ ചില ഓപ്പറേഷനുകൾ നടക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭൂരിഭാഗം MP-മാരും മമതാ ബാനർജിയെ വിട്ട് അവർ ഒരു സ്വതന്ത്ര ബ്ലോക്കായിരിക്കാനായി സ്പീക്കർക്ക് അപേക്ഷ നൽകുന്നു. അവർ ഇപ്പോൾ പുതിയ മറ്റേതോ ഒരു പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. ആ പാർട്ടി NDA പക്ഷത്താണ്. മാത്രമല്ല, ഉദ്ധവ് താക്കറെ വിഭാഗം, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 9 MP-മാരുണ്ടായിരുന്നു. അതിൽ 6 പേരെയും പിളർത്തിയെടുത്തിരിക്കുന്നു. ഇങ്ങനെ കൂറുമാറ്റൽ നിരോധന നിയമം ബാധകമാകാതെ, അതായത് ഒരു കക്ഷിയിൽപ്പെടുന്ന 3-ൽ 2 MP-മാരും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയാൽ ഇവർക്ക് രാജിവെക്കേണ്ടതില്ല. സാധാരണ രീതിയിൽ അങ്ങനെ കൂറുമാറിയാൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെക്കാതെ അപ്പുറത്തേക്ക് പോകാൻ കഴിയും. ആ നമ്പർ നോക്കി അവിടെ ഓപ്പറേഷൻ നടത്തി അത്രയും MP-മാരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് പല നേതാക്കന്മാരാണ്. മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയാണ് നടത്തിയതെങ്കിൽ ദില്ലിയിൽ രാഘവ് ചദ്ദയാണ് നടത്തിയത്. പശ്ചിമ ബംഗാളിൽ നമ്മുടെ സുവേന്ദു അധികാരിയാണ് നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ NCP, ശരത് പവാർ വിഭാഗം NCP, അവരും അജിത് പവാർ വിഭാഗത്തോട് ചില MP-മാർ പോകാനിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ NDA-യിലേക്ക് എല്ലാവരും വരികയാണ്. 3-ൽ 2 ഭൂരിപക്ഷം ഏതാണ്ട് NDA-ക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ആയി കഴിഞ്ഞു എന്നാണ് ഇതെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. രാജ്യസഭയിൽ ഇതിനോടകം തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭയിൽ 2-3 MP-മാരുടെ കുറവുണ്ട്. അവിടെയും DMK-യും കോൺഗ്രസുമായി തെറ്റി അവർ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു. പ്രശ്നാധിഷ്ഠിതമായി, അതായത് ഏത് വിഷയം നോക്കി വേണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ നൽകാൻ പാർലമെൻറ്റിൽ തരാൻ തയ്യാറാണ് എന്ന് DMK-യും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ലോക്സഭയിൽ 3-ൽ 2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വളരെ പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരം വരാൻ പോകുന്നു. ആ ബില്ല് 3-ൽ 2 ഭൂരിപക്ഷം വേണം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള കാതലായ പരിഷ്കാരമാണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അത് നേരത്തെ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണ്ണയം ബില്ലും ഒക്കെ ഒരിക്കൽ കൂടി കൊണ്ടുവരാനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ നീക്കങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് വരാൻ പോകുന്നത് NRC ആണ് എന്ന് തന്നെയാണ്. NRC-യുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം പാസ്സാക്കി കഴിഞ്ഞാൽ തീർച്ചയായും പൗരന്മാർക്ക് പൗരത്വരേഖയില്ല എന്നൊരു പ്രതിസന്ധി മാറും. നമുക്കിപ്പോൾ തോന്നിയേക്കാം എന്തായാലും ഇന്ത്യൻ പൗരന്മാരായി മാറണമെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിനിടയിൽ ജനിച്ചവരാണെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, അവർ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കപ്പെടണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും, ജനങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാകും. പക്ഷേ ഈ ആശങ്കകൾക്കെല്ലാം അപ്പുറം ഇത്രയും കാലം സ്വാതന്ത്ര്യം ലഭിച്ച് 70-76 വർഷമായിട്ടും രാജ്യത്തെ ജനങ്ങൾക്കൊരു പൗരത്വ രേഖയുണ്ടാക്കാനുള്ള നിയമനിർമ്മാണം ഉണ്ടായിട്ടില്ല.
അത് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടേ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയെങ്കിലും ഉണ്ടാകേണ്ടേ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു എല്ലാവരും ഈ ഒരു ന്യൂസിൻ്റെയൊക്കെ താഴെ കമൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പൗരത്വം തെളിയിക്കാൻ എന്താണ് ഉള്ളത്, അവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഒരു സാധാരണ പൗരൻ്റെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചില രാഷ്ട്രീയപരമായിട്ടുള്ള പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും പ്രതിപക്ഷം ഇത് ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് അങ്ങനെയല്ല. ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാജ്യത്തിൻ്റെ പൗരന്മാരാര്, ഇവിടെ നുഴഞ്ഞു കയറി താമസിക്കുന്നവരാര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇത് രാജ്യത്തെ വല്ലാത്തൊരു രീതിയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇവിടെ കയറി താമസിക്കാം, ആർക്കും ഇവിടുത്തെ വിഭവങ്ങൾ കൊണ്ടുപോകാം എന്നൊരു സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ ഒരു കുത്തഴിഞ്ഞ നിലയിലേക്ക് സമ്പദ് വ്യവസ്ഥയുടെ ഒരു വലിപ്പം അനുസരിച്ച് 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഉണ്ടാകുവാൻ കഴിയുമോ? ലോകത്തിലെ ഏതെങ്കിലും ഒരു വികസിത രാജ്യത്തിന് അങ്ങനെ ഒരു കുത്തഴിഞ്ഞ സംവിധാനമുണ്ടോ? നമ്മുടെ രാജ്യം വികസിത ഭാരതം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ വികസിത ഭാരതമാകാൻ വേണ്ടിയിട്ടാണ്. ഒരു വികസിത ഭാരതത്തിൽ ഇങ്ങനെയുള്ള കാലാകാലങ്ങളായി നടക്കുന്ന കാര്യങ്ങൾ നടക്കില്ല. അവിടെ ചില മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ എന്തായാലും രാജ്യത്തെ ജനങ്ങളെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. തീർച്ചയായും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിന് നിയമപരമായ പോംവഴികളും ഉണ്ടാകും. നിലവിലുള്ള പൗരന്മാരെ NRCയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ SIR ഒക്കെ നടത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ. SIR നടപ്പിലാക്കിയതോടുകൂടി ഈ ഇന്ത്യൻ പൗരന്മാരാര്, ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരാര് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഇവരെല്ലാം മരിച്ചുപോയവരും ഡ്യുവൽ എൻട്രിയും ഒക്കെ ആയിരുന്നു, ഡബിൾ എൻട്രിയും ഒക്കെ ആയിരുന്നു. ഇതിൽ കുറച്ചു ഭാഗം അനധികൃത വോട്ടർമാരാണ്, ഈ വിദേശികളാണ്. സത്യത്തിൽ ഏതെങ്കിലും ഒരു ന്യായമായിട്ടുള്ള ഒരാൾക്ക് വോട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരു 10 പേരുണ്ടായിരുന്നുവെങ്കിലും അവർ പ്രതികരിച്ചേനെ. പല ഭാഗങ്ങളിൽ നിന്നും പ്രതികരണം ഉണ്ടാകാൻ. എല്ലാവരും നിശബ്ദരാണ്. ആരും എനിക്ക് SIRന് ശേഷം വോട്ട് നിഷേധിച്ചു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ SIR വളരെ വിദഗ്ധമായി കുറ്റങ്ങളില്ലാതെ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നെല്ലും പതിരും മാറി തിരിച്ചറിയാനുള്ള സംവിധാനം എല്ലാ സംസ്ഥാനങ്ങളിലും ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാഷണൽ സിറ്റിസൺസ് രജിസ്റ്റർ NRC, അത് ദേശീയ പൗരത്വ രജിസ്റ്റർ, അതുണ്ടാക്കാൻ ഇനി കേന്ദ്ര സർക്കാരിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് തോന്നുന്നത്. ജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ SIR നടപ്പിലാക്കിയപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായി, അതേ രീതിയിൽ ദേശീയ പൗരത്വ രജിസ്റ്ററും ഉണ്ടാകും എന്നാണ് സൂചന. ഇതിപ്പോൾ ഇവിടെ ഈ കുറ്റപ്പെടുത്തുന്നവർ, ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് ഒരു വിഷയം വന്നപ്പോൾ കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഇപ്പോൾ മറ്റേത് ഓരോ രാജ്യത്ത് ഓരോ രീതികളാണ് അവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ എന്ത് നൂലാമാലകളുണ്ടെങ്കിൽ അവിടെ ഇതിനേക്കാൾ റിസ്ക് ആയിരിക്കും പല കാര്യങ്ങളും. ഇവിടെ ഇരുന്ന് നമ്മളൊരു പാസ്പോർട്ടിന് കൊടുക്കുമ്പോൾ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ എന്ത് നൂലാമാലകളാണെങ്കിലും നമ്മളത് ചെയ്തു തീർക്കും, എല്ലാം ചെയ്യും. കാരണം നമുക്കത് പോകണം, അങ്ങനെ ഒരു. പക്ഷെ ആ കുറ്റപ്പെടുത്തുന്നവർ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യം വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് അത് വലിയ രീതിയിൽ അത് ചിത്രീകരിക്കുകയാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊണ്ടാണ്. ഇതാ മോദി സർക്കാർ നിങ്ങളെ പുറത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം അവിടെ ഏകീകരിക്കപ്പെടും. അങ്ങനെ ഏകീകരിക്കുന്നത് ഒരു വലിയ വോട്ട് ബാങ്കായി മാറും. പ്രതിപക്ഷത്തിന് അതൊരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി അവർ മിസ്സാക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാരതത്തിലെ ഭരണപക്ഷം നേരിടുന്ന വെല്ലുവിളിയും അതുതന്നെയാണ്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോഴൊക്കെ ചെയ്തത് അതാണ്. പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്ന ഒരു ഭേദഗതിയല്ല. അത് വിദേശത്തു നിന്നും ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് നമ്മുടെ കവലകളിൽ നിന്ന്, ഈ പ്രബുദ്ധ കേരളത്തിൻ്റെ കവലകളിൽ നിന്ന് ആളുകൾ പ്രസംഗിച്ചു പോയത്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി. ഇവിടുത്തെ വലിയ ഒരു വോട്ട് ബാങ്കായിട്ടുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ഭയപ്പെടുത്താനും ഭീതിപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമമുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, ആ വോട്ട് ബാങ്ക് ഞങ്ങൾക്ക് അനുകൂലമായി മാറ്റുക, അതൊരു പൊളിറ്റിക്കലാണ്. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്. രാജ്യം എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണ്, ജനങ്ങൾക്ക് പൗരത്വരേഖയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്തണം. അതൊരു വലിയ കടമ്പയാണ്. എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്താനുള്ള ഒരു ശ്രമം ഒരുപക്ഷെ നടത്തിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അവരെ കൂടി ചർച്ചകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്തിച്ച് ഇപ്പോൾ SIR ഒക്കെ വന്നപ്പോൾ പ്രതിപക്ഷമൊക്കെ എതിർത്തുവെങ്കിലും SIR നടപടികൾ വിജയമാക്കാൻ വേണ്ടി ഈ മുസ്ലിം സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം വളരെ ഉത്സാഹത്തോടു കൂടി രംഗത്തുണ്ടായിരുന്നു. കാരണം അവരെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുക, മുസ്ലിങ്ങൾക്ക് SIRൽ നിങ്ങൾക്ക് പേരില്ലെങ്കിൽ നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ അവരടങ്കം വലിയ രീതിയിൽ മുന്നോട്ട് വന്നത് ചെയ്തു. SIRനെ എതിർക്കാൻ ആർക്കും വഴിയില്ല എന്നൊരു രീതി വന്നു.
അപ്പോൾ ആ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് പോകണം. അപ്പം എതിർ സ്വരത്തിന് പ്രസക്തിയില്ലാത്ത ഒരു നിലയിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാസ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്, അതൊക്കെ ചർച്ചയാകുന്നത് എന്നാണ് തോന്നുന്നത്. ഏതായാലും ഒരു 2025 ഒരു കണക്ക് പ്രകാരം 2025 മാത്രം 1,39,00,000 പാസ്പോർട്ടുകൾ, അതായത് പ്രവൃത്തി ദിനത്തിൽ ഏകദേശം 2 സെക്കൻഡിൽ 1 വീതം പാസ്പോർട്ടാണ് അടിച്ചിറക്കുന്നത്. അപ്പോൾ പറയുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത്. കാരണം ഇത് ഓരോന്നും വിശദമായിട്ട് പരിശോധിച്ചിട്ട് ഇതൊന്നും പൗരത്വത്തിൻ്റെ ഒരു തെളിവായിട്ട് ഉറപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത്. അല്ല, അത് ഈയിടെ ബോംബെ ഹൈക്കോടതിയിൽ വന്ന ഒരു പൗരത്വ കേസാണ്. 2025 ഓഗസ്റ്റ് 12 ജസ്റ്റിസ് അമിത് ബോർക്കർ പരിഗണിച്ച ഒരു കേസ്. ആ കേസിലെ പ്രതി ബാബു അബ്ദുൾ റൂഫ് സർദാർ, ഇയാളെയാണ്, ബംഗ്ലാദേശിയാണ്, അനധികൃതമായി രാജ്യത്ത് താമസിച്ചയാളാണ്. ഇയാളെ പിടികൂടി കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ കോടതിയിൽ പോയിരിക്കുകയാണ്. കോടതിയിൽ പോയി ഇയാൾ ഹാജരാക്കിയ രേഖകൾ നോക്കണം. ആധാർ, വോട്ടർ ID, പാൻ കാർഡ്, പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ടുകൾ, യൂട്ടിലിറ്റി ബില്ല്, ഉദ്യോഗാധാർ, ഗുമസ്ത ലൈസൻസ് എല്ലാം ഉണ്ട്. ഇത് ബംഗ്ലാദേശിയുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിൽ പോലും ഇത്ര രേഖയില്ല. അപ്പോൾ ഇത്രയധികം രേഖകൾ വ്യാജമായി അയാൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ രേഖകളെല്ലാം അയാൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്ന് വാദിക്കുകയാണ്. പക്ഷേ എന്നിട്ടും കോടതി ഇയാളുടെ ഹർജി നിഷേധിച്ചു. അതിന് പ്രോസിക്യൂഷൻ വിദഗ്ധമായ തെളിവുകൾ നൽകിയതുകൊണ്ടാണ്. എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ? ഇതെല്ലാം വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. മാത്രമല്ല, ഇയാളുടെ ഫോണിൽ ഇയാളുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് കണ്ടെത്തി. ആ ജനന സർട്ടിഫിക്കറ്റ് ബംഗ്ലാദേശിലെ സർക്കാർ ഇഷ്യൂ ചെയ്തതാണ്. മാത്രമല്ല, ഇയാൾ അതിർത്തി കടന്ന് ഇയാൾ നിരന്തരം ഫോൺ ചെയ്യുന്നതിൻ്റെ, ബംഗ്ലാദേശിലേക്ക് നിരന്തരം ഫോൺ ചെയ്യുന്നതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കി. അതുകൊണ്ട് മാത്രമാണ് കോടതി ഇയാളുടെ ഹർജി തിരസ്കരിച്ചത്. ഇല്ലെങ്കിൽ ഇയാളെയും എന്ത് ചെയ്തേനെ, ഇന്ത്യൻ പൗരനാക്കി, അല്ലെങ്കിൽ ഇതൊക്കെ ഈ പൗരത്വ രേഖയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരനാക്കി വെക്കേണ്ടി വരുമായിരുന്നു. ഇനി ഇയാൾ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ രേഖയില്ല, നിങ്ങളുടെ കയ്യിൽ എന്ത് രേഖയാണെന്ന് ജഡ്ജിയോട് ചോദിച്ചാൽ ജഡ്ജിയുടെ കയ്യിൽ എന്ത് രേഖയാണുള്ളത്? ജഡ്ജി ഇന്ത്യൻ പൗരനാണെന്ന്. അപ്പോൾ രാജ്യം എത്രമാത്രം വലിയ അപകടമായ സ്ഥിതിയിലേക്കാണുള്ളത്. അപ്പം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്തേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറി വരുന്ന റോഹിംഗ്യകളും ഇവിടെ ജനിച്ച് നമ്മുടെ ഭാരതാംബയുടെ പുത്രന്മാരായി ജീവിക്കുന്ന നമ്മുടെ പൗരന്മാരെയും ഒരേപോലെ കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒരു പൗരത്വ രജിസ്റ്റർ വേണം, അവിടെ ഒരു സംവിധാനം ഉണ്ടാകണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹമാണ് NRC. അല്ലാതെ ആരെങ്കിലും പുറത്താക്കുകയോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പുറത്താക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും രാജ്യത്തിന് പുറത്താക്കാൻ പറ്റുമോ? രാജ്യത്തിന് പുറത്താക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ ഈ ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കുമ്പോൾ ബംഗ്ലാദേശുകാർ ഞങ്ങളുടെ പൗരനാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കണം. അല്ലെങ്കിൽ അയാൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരില്ലേ? അപ്പോൾ അങ്ങനെ ആരെയും പുറത്താക്കാനൊന്നും കഴിയില്ല. ഇന്ത്യക്കാരെ പിടിച്ച് ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലേക്കോ കൊണ്ടാക്കാനും കഴിയില്ല. പക്ഷേ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് എന്ന രേഖ അത് ഓരോ പൗരനും ഉണ്ടായേ പറ്റും. അത് അവരുടെ അവകാശമാണ്. ഇനി ജനിക്കാനിരിക്കുന്ന പൗരന്മാരുടെ കൂടെ അവകാശമാണ്. ഇതുവരെ നമ്മൾ ചെയ്തില്ല, ഇനിയെങ്കിലും ചെയ്യേണ്ട സമയമായി. എന്തായാലും ഒരു പുതിയൊരു കാര്യം നമുക്ക് എന്തായാലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പല സംശയങ്ങളുണ്ടാകാം. അത് ഈ പറഞ്ഞതുപോലെ ഇതൊരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുകയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾ മാറ്റിയിട്ട് പകരം എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, ഇനി പറഞ്ഞതുപോലെ ഇനി വരും തലമുറകൾക്ക് ഇത് എത്രത്തോളം ഉപകാരപ്രദമാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇതിലുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്താൻ സാധിച്ചാൽ അതൊരു പക്ഷേ ജനങ്ങളും ഇതിനെ പൂർണ്ണമായിട്ടും അവരംഗീകരിക്കും, അല്ലെങ്കിൽ അവരതിനെ ശരി അവരും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഉണ്ടാവായിരിക്കും. ഇനി പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴേ ഉണ്ട്. ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാം നിരത്തി പിടിച്ച എഴുത്തുകൾ പലരും ഇതിനെ ആളുകൾ ഈ പറഞ്ഞതുപോലെ ഒരു ഭയം ഉണ്ടാക്കുന്നത് പോലെ പല എഴുത്തുകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ സർക്കാർ തന്നെ അതിനൊരു പോംവഴി കണ്ടെത്തും. കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.